സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. പീഡനങ്ങളിലും തളരാതെ പാക് ക്രൈസ്തവർ, 7 ലക്ഷം ക്രൈസ്തവ വിശ്വാസികളുടെ വർധനവ്. ഇസ്ലാമാബാദ്. തീവ്ര ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ 6 വർഷം കൊണ്ട് ക്രൈസ്തവ ജനസംഖ്യയിൽ വർധനവ്. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. 7 ലക്ഷം ക്രൈസ്തവരുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 പാകിസ്ഥാനിലെ ജനസംഖ്യ 24.4 കോടിയാണെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 96.35% മുസ്ലിങ്ങളാണ്. 2017 26 ലക്ഷമുണ്ടായിരുന്ന ക്രൈസ്തവർ 2023 33 ലക്ഷമായി ഉയർന്നു. ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ 3 ലക്ഷമാണ് വർദ്ധിച്ചത്. 35 ലക്ഷത്തിൽ നിന്ന് ഹിന്ദു ജനസംഖ്യ 38 ലക്ഷമായി. 2050 ആകുമ്പോഴേക്കും പാക് ജനസംഖ്യ ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. 6 വർഷത്തിനിടെ ക്രിസ്ത്യൻ ജനസംഖ്യ 1.27% നിന്ന് 1.37% ഉയർന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഈറ്റില്ലമാണ് പാകിസ്ഥാൻ. രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷം കടുത്ത വിവേചനമാണ് നേരിടുന്നത്. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ക്രൂരമായ മതപീഡനം അരങ്ങേറുന്ന രാജ്യങ്ങളിൽ 7ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഉള്ളത്. അവകാശം നിഷേധിച്ചും വ്യാജ മതനിന്ദ കേസുകൾ ആരോപിച്ചും ക്രൈസ്തവരെ വേട്ടയാടുന്നത് രാജ്യത്ത് പതിവ് സംഭവമാണ്. കൊടിയ ക്രൈസ്തവ വിരുദ്ധ പീഡനം നടക്കുന്ന രാജ്യമെന്ന നിലയിൽ ക്രൈസ്തവ ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് ന്യൂനപക്ഷ സമൂഹത്തിന് പ്രതീക്ഷ പകരുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ മന്ത്രി സ്ഥാനത്തേക്ക് ക്രൈസ്തവ വിശ്വാസിയായ ഖലീൽ താഹിർ സിന്ധു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്രദേശത്തെ ക്രൈസ്തവർക്ക് വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ടാണ് കത്തോലിക്ക വിശ്വാസികളും അഭിഭാഷകനുമായ ഖലീൽ താഹിർ തെരഞ്ഞെടുക്കപ്പെട്ടത്. പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക പ്രവർത്തന സേനയായ SSGയിൽ നിന്നുള്ള ആദ്യത്തെ ക്രൈസ്തവ മേജർ ജനറലായി ജൂലിയൻ ജെയിംസ് നിയമിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ്. ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ക്രൈസ്തവർക്ക് ലഭിക്കുന്ന പങ്കാളിത്തം ക്രൈസ്തവ വിരുദ്ധ പീഡനത്തിന് നേരിയ തോതിലെങ്കിലും ഇളവ് കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.